ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യയ്ക്ക് തോൽവിയോടെ തുടക്കം. ലീഡ്സ് ടെസ്റ്റിൽ ഇന്ത്യയെ 5 വിക്കറ്റിന് തോൽപ്പിച്ച ഇംഗ്ലണ്ട്. അവസാന ദിനം 350 റൺസാണ് ഇംഗ്ലണ്ട് അടിച്ചെടുത്തത്. ബെൻ ഡക്കറ്റ് സെഞ്ചുറി നേടി. സ്പോർട് ഡെസ്കിൽ നിന്ന് രുജീഷ് വി രവീന്ദ്രൻ ചേർന്നു. രുജീഷ്, ഇന്ത്യൻ താരങ്ങൾ സെഞ്ചുറി നേടിയ മത്സരമാണ് അവസാന ദിനം ഇന്ത്യ കൈവിടുന്നത്. എവിടെയാണ് പിഴച്ചത്? അഞ്ജലി, അഞ്ചാം ദിനം ജയിക്കാൻ 350 റൺസ് വേണമെന്നിരിക്കെ ജസ്പ്രീത് ബുംറയിൽ തന്നെയാണ് ഇന്നും ഇന്ത്യ പ്രതീക്ഷയോടെ നോക്കി നിന്നത്. പക്ഷെ അതിവേഗം സ്കോർ ചെയ്യുന്ന ഇംഗ്ലണ്ടിന് ഒരു ഘട്ടത്തിലും പ്രതിസന്ധി ഉണ്ടാക്കാൻ ഇന്ത്യക്കായില്ല എന്നതാണ് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായത്. ആദ്യ ഇന്നിംഗ്സിൽ 5 വിക്കറ്റ് വീഴ്ത്തിയ ബുംറയ്ക്ക് രണ്ടാം ഇന്നിംഗ്സിൽ 19 ഓവർ എറിഞ്ഞിട്ടും വിക്കറ്റൊന്നും നേടാനായില്ല. ഇതാണ് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായത്. ആദ്യ സെഷൻ മുതൽ ആക്രമിച്ചു കളിച്ച ഇംഗ്ലീഷ് ഓപ്പണർമാരായ ബെൻ ഡക്കറ്റും സാക് റൌലിയും ഇന്ത്യയുടെ പ്രതീക്ഷ തകർക്കുന്നതാണ് ഇന്ന് കണ്ടത്. ആദ്യ വിക്കറ്റിൽ ഇരുവരും 188 റൺസിന്റെ കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയത്. ഡക്കറ്റ് 149 റൺസും ക്രൌലി പിന്നീട് അർദ്ധ സെഞ്ചുറി 65 റൺസുമായും പുറത്തായി. പക്ഷേ ഒരു ഭാഗത്ത് ഉറച്ചു നിന്ന ജോ റൂട്ട് ടീമിനെ ജയത്തിലെത്തിക്കുകയായിരുന്നു. ഇവിടെയും ഇടവേളകളിൽ 2 വിക്കറ്റുകൾ തുടർച്ചയായ പന്തുകളിൽ വിക്കറ്റ് വീഴ്ത്തി ഷാർദുൽ താക്കൂർ ഒരു പ്രതീക്ഷ, ഡക്കറ്റിനെയും ഹാരി ബ്രൂക്കിനെയും പുറത്താക്കി ഒരു പ്രതീക്ഷ നൽകിയെങ്കിലും പിന്നീട് ജോ റൂട്ട് ക്രീസിൽ ഉറച്ചു നിൽക്കുന്നതാണ് കണ്ടത്. ഏകദിന ശൈലിയിൽ തന്നെ ബാറ്റ് വീശി ഒരു മത്സരം ഇംഗ്ലണ്ട് ആദ്യ മത്സരം സ്വന്തമാക്കുന്നു, പരമ്പരയിൽ മുന്നിലെത്തുന്നു. അതിലേറെ 5 താരങ്ങൾ, ഇന്ത്യൻ താരങ്ങൾ സെഞ്ചുറി നേടിയ മത്സരമാണ്. 2 ഇന്നിംഗ്സിലും സെഞ്ചുറി നേടിയ ഋഷഭ് പന്ത് ചരിത്രം കുറിച്ച മത്സരമാണ്. ശുഭ്മാൻ ഗില്ലും ഒക്കെ ആദ്യ മത്സരങ്ങളിൽ തന്നെ ക്യാപ്റ്റനായുള്ള അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ മികച്ച പ്രകടനം നടത്തിയ ഒരു മത്സരമാണ് നമുക്ക് അഞ്ചാം ദിനം കൈവിടുന്നതും. അതും 350 റൺസാണ് ഈ അവസാന ദിനം ഇംഗ്ലണ്ട് ചേസ് ചെയ്തത്. 371 റൺസാണ് ആകെ ചേസ് ചെയ്തത്. അത് ഇന്ന് മാത്രം 350 റൺസ് ഇംഗ്ലണ്ട് നേടുകയും ചെയ്തു. വലിയ ഒരു തിരിച്ചടി ഇന്ത്യൻ ബൗളിംഗ് നിരക്ക് ഉണ്ടായി എന്ന് പറയാം. കാരണം ഇത് ഇംഗ്ലണ്ട് ബാറ്റർമാരുടെയും ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറ നയിക്കുന്ന ഇന്ത്യൻ ബൗളിംഗ് നിരയുടെ ഒരു പോരാട്ടമായാണ് ഇന്നത്തെ മത്സരം വിലയിരുത്തിയത്. പക്ഷേ അത് ബുംറയ്ക്ക് ഇന്നത്തെ മത്സരത്തിൽ കാര്യമായി ഇന്ത്യക്ക് ഒരു സഹായം നൽകാൻ സാധിച്ചില്ല. ഒരു വിക്കറ്റ് പോലും നേടാനായി. ടെസ്റ്റിൽ ഇന്ത്യയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് എത്തിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് രുജീഷ് വി രവീന്ദ്രനാണ്.